അയ്യേ, കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എന്തു പറ്റി? ആകെ ഒരു ശോകാവസ്ഥയാണല്ലോ. നീയൊന്നും അറിഞ്ഞില്ലേ? എന്റെ ഗുഹയിൽ ഒരലവരാതി വരുത്തൻ വന്ന് താമസമാക്കിയിട്ടുണ്ട്. എന്റെ കിടപ്പാടം പോയി. അപ്പോ നീ പെരുവഴിയിലായി. ഈ കാട്ടിൽ കൂടുതലും പേടിത്തൊണ്ടന്മാരാണല്ലോ. ഭീരുക്കൾക്കിടയിലുള്ള ജീവിതം ഒരു ലഹരി തന്നെയാണ്. കുറച്ചു നാളൊന്നു വിലസണം. ഹലോ, എന്താടോ, ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എന്നെ പേടിച്ച് കാട് വിട്ടോ? താനൊരു മണകുണാഞ്ചൻ സിംഹമാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. മഞ്ഞളം കാട്ടിൽ പൂച്ച വില പോലുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന നിനക്ക് ഇങ്ങോട്ടേക്ക് വരുവാനുള്ള ഐഡിയ പറഞ്ഞു തന്നത് ഞാനല്ലേ. നന്ദി വേണവടാ, നന്ദി. നന്ദിയൊക്കെ ഉണ്ടടേ. ആ കുറുക്കൻ പേടിച്ചു വറച്ചായിരിക്കുന്നത്. നീ ഗമവിടണ്ട. പിന്നൊരു കാര്യം, അവൻ താൻ വിചാരിക്കുന്നത് പോലെയല്ല. പിന്നെ ലോക തരികിടയാണ്. കൂടെ കൂട്ടിക്കോ. അവന്റെ കുരുട്ട് സൂത്രവും നിന്റെ ഗുണ്ടലുക്കും ചേർന്നാൽ സംഗതി കളറാകും. എന്നാൽ അവനെ എന്റെ ശിങ്കിടിയാക്കാനുള്ള വഴി പറഞ്ഞതാ എന്റെ കേള. അതൊക്കെ ഞാൻ ഏറ്റു. പാടം പോയി കിടപ്പാടം പോയി. അയ്യേ, എന്തോന്നടേ ഇങ്ങനെ കരഞ്ഞു കുറുക്കന്മാരുടെ വില കളയാതടേ. പിന്നെ ഞാനെന്ത് ചെയ്യണം? ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. വിഷമിക്കണ്ട, നിനക്ക് ഗുഹയിൽ കയറി താമസിക്കാനുള്ള വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ സിംഹം പോയോ? ഇല്ല, പക്ഷേ സിംഹത്തിനൊരു ശിങ്കിടിയെ ആവശ്യമുണ്ട്. എന്നോട് ചോദിച്ചപ്പോ ഞാൻ നിന്റെ പേരാണ് പറഞ്ഞത്. ശിങ്കിടിയോ? കണ്ട വരുത്തന്മാരുടെ ശിങ്കിടിയാകുന്നതിലും നല്ലത് ചാകുന്നതാണ്. എന്നാ ചത്തോ, ഞാൻ പോകാ. ടാറ്റാ. പോയോ? ശിങ്കിടിയെങ്കിൽ ശിങ്കിടി. അവന്റെ കൂടെ കൂടിയിട്ട് 8ന്റെ പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത്. ശരിയാക്കി തരാം. അതെ, ഞാൻ കേട്ടത് ശരിയാണോ? കേട്ടതെന്താണെന്ന് പറയണേ. അയൽവനത്തിൽ നിന്നും ഒരു സിംഹം വന്നിട്ടുണ്ടോ? ഇവനെ കൂട്ടുപിടിച്ച് അവനെ തുരത്താം. ഒന്ന് പറ, നിന്നോടാ ചോദിച്ചത്. അവക്ക് നീ കേട്ടത് ശരിയാണ്. അവൻ ഇവിടെ വന്നതിന്റെ പ്രധാന ഉദ്ദേശം മാനിറച്ചി ശാപ്പിടുക എന്നതാണ്. അയ്യോ എന്റെ അമ്മോ, പണി പാളിയോ? നീ പേടിക്കണ്ട, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അവനെ കാടുകടത്താനാകും. നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി. ആശാനെ നമസ്കാരം. നീയല്ലേ നേരത്തെ പേടിച്ചോടിയത്? അതെ. എന്താ ഇപ്പൊ പേടിയൊക്കെ മാറിയോ? പേടിയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ താങ്കളുടെ ഉദ്ദേശം? എന്റെ വല്ല സഹായവും വേണേൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ആ വരുത്തൻ സിംഹത്തെ കാടുകടത്താൻ കുറുക്കൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ സിംഹത്തെ അവൻ സൂത്രത്തിൽ ആ പാറക്കല്ല് നിറച്ച ചാക്കിൻ ചുവട്ടിലെത്തിക്കും. അപ്പോൾ ഞാൻ ഈ ചരട് പൊട്ടിച്ചാൽ അവന്റെ കാര്യം കട്ടപ്പുകയാകും. അങ്ങനെയോ? ആ വരുത്തൻ ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ സമാധാനായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് ശരി, അപ്പൊ ഇതായിരുന്നല്ലേ പരിപാടി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം സിംഹത്തിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല.